ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ VFAയുടെ ഹോട്ട് ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. അത്യാവശ്യം നമ്മുടെ VFA നമുക്കറിയാം സെപ്റ്റംബർ 19 ഫസ്റ്റ് ഫേസിന്റെ എക്സാം വരുന്നുണ്ട്. ആദ്യത്തെ ഒരു 4 ജില്ലക്കാർക്ക് സെപ്റ്റംബറിൽ എക്സാം വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് മൊത്തത്തിൽ എക്സാംസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ. അപ്പം നമുക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് നമുക്ക് അതായത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എടുത്തിരിക്കുന്നത് INC ആണ്. INC എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 50 ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ഫാക്ട്സും കൂടി പറഞ്ഞു തരാം. അത് വെച്ച് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അത്യാവശ്യം നിങ്ങളുടെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു റിവിഷനും ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. INC രൂപീകൃതമായ തീയതി എന്നാണ്. അപ്പൊ നമുക്കറിയാം ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഇന്ത്യയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ആയിരുന്നു INC എന്ന് പറയുന്നത്. അപ്പൊ INC അഥവാ ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് INC രൂപീകൃതമായത്? 1885 നവംബർ 26, ജനുവരി 26, ഡിസംബർ 30, ഡിസംബർ 28 എന്നാണ്? 1885 ആണെന്ന് അറിയാം നമുക്ക്. 1885 ഡിസംബർ 28 അത് രൂപീകരിച്ചത്. അപ്പൊ പഠിച്ചു വെച്ചു. INCയുടെ രൂപീകരണ തീയതി എന്നാണ്? 1885 ഡിസംബർ 28 നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുഖ്യമായിട്ട് മുൻകൈയെടുത്ത വിരമിച്ച ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? അപ്പൊ ചിലപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, INCയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണത്? അത് AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെ. നമ്മൾ പഠിക്കുന്ന ഒരു ഫാക്ടർ ആണത്. AO ഹ്യൂം എന്നാണ് അദ്ദേഹമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണ്? INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആര്? ജനറൽ സെക്രട്ടറിയാണ് AO ഹ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ INC ആണ്. അപ്പൊ ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? അത് 1885 ഡിസംബർ 28 രൂപീകരിച്ചു. 1885 തന്നെയായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പൊ INCയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ആര്? AO ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ആദ്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് WC ബാനർജി, ദാദാഭായ് നവറോജി, AO ഹ്യൂം, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ആര്? WC ബാനർജി എന്ന് പറയുന്നത്. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ AO ഹ്യൂം ആണ്. AO ഹ്യൂം. ഓക്കെ, അപ്പൊ INCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആണ് AO ഹ്യൂം. 1885 ഡിസംബർ 28 എന്ത് ആരംഭിക്കുന്നത്? INC ആരംഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. 1885 നടന്ന ഒന്നാം ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി ഏതായിരുന്നു? വേദി ഏതായിരുന്നു അത്? കൊൽക്കത്ത, പൂനെ സാർവജനിക് സഭ, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ, മദ്രാ മഹാജനസഭ. എവിടെയാണത്? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ, അതായത് ഇന്നത്തെ മുംബൈ ആയിരുന്ന. 1885 ഡിസംബർ 28 മുതൽ ഡിസംബർ 30 വരെയായിരുന്നു ഒന്നാമത്തെ സമ്മേളനം നടന്നത്. ആദ്യ സമ്മേളനത്തിൽ എത്ര പേരായിരുന്നു പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. പൂനെയുടെ പ്രത്യേകത എന്താണ്? ഒന്നാം കോൺഗ്രസ് സമ്മേളനം നടത്താനിരുന്നത് പൂനെയിലായിരുന്നു. പിന്നീടാണ് അത് എന്തിലേക്ക് മാറ്റിയത്? അത് നമ്മുടെ ബോംബെയിലേക്ക് മാറ്റുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒന്നാം കോൺഗ്രസ് സമ്മേളനം ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞതല്ലേ, പൂനെയാണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പല തവണ PSCക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കയറി വരാം. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചു. നമ്മളിപ്പോ പറഞ്ഞ എന്തൊക്കെയാണ്? 1885 ഡിസംബർ 28 എന്താരംഭിക്കുന്നു? INC ആരംഭിക്കുന്നു. അതിന്റെ മുൻകൈ എടുത്തത് ആരാണ്? AO ഹ്യൂം ആണ്. AO ഹ്യൂം. അതേപോലെ തന്നെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ആദ്യമായി പങ്കെടുത്തത് 72 പേരാണ്. ആദ്യ ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ അതും ആരാണ്? AO ഹ്യൂം ആണ്. ബോംബെയിൽ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ ആകെ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? എത്രയാണ്? 72 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു?
വൊമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജി എന്ന് പറയും. WC ബാനർജി ആണ് എന്താ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജി ആണ്. അപ്പൊ INCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ അതാരാണ്? അത് എ.ഒ. ഹ്യൂമാണ്. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അതാരാണത്? അത് WC ബാനർജിയാണ്. തിരിഞ്ഞു പോകരുത്. ഒന്നാം കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്നാണ് ചോദിക്കുന്നത്. ആദ്യ പ്രമേയം ആരാണ് അവതരിപ്പിക്കുന്നത്? ജി സുബ്രഹ്മണ്യ അയ്യർ, WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, P ആനന്ദചാർലു. ആരാണ് അത്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ആദ്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. 9 പ്രമേയങ്ങളാണ് ഒന്നാമത്തെ സമ്മേളനത്തിൽ അത് എന്ത് ചെയ്യുന്നത്? പാസാക്കുന്നത്. ആദ്യ പ്രമേയം അവതരിപ്പിക്കുന്ന എന്താണ്? ഈ പറയുന്ന ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. അതായത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിക്കാനുള്ള ഒരു റോയൽ കമ്മീഷൻ നിയമിക്കണം. എന്താണ്? റോയൽ കമ്മീഷൻ വേണമെന്ന് ശുപാർശ ചെയ്തതാണ് ആരാ? ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒന്നാം കോൺഗ്രസ് സമ്മേളനത്തിൽ ആകെ എത്ര പ്രമേയങ്ങളാണ് പാസാക്കിയത്? എത്ര പ്രമേയങ്ങളാണ്? 9 പ്രമേയങ്ങളാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാം കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി 9 പ്രമേയങ്ങൾ പാസാക്കി. ഒന്നാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ചോദിക്കും ശരിയേത് തെറ്റേത്. അപ്പൊ എന്താണ്? ഒന്നാം സമ്മേളനത്തിന്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. എന്തായിരുന്നു ആവശ്യം? റോയൽ കമ്മീഷനെ നിയമിക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ICS പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാന ആവശ്യം എന്തായിരുന്നു? ICS പരീക്ഷ, അതായത് എന്തായിരുന്നു ICS പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഒരേ സമയം നടത്തുക, അതേപോലെ തന്നെ അത് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഉയർത്തണം എന്നുള്ളതും അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. റയറായിട്ട് കണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച്. എന്താണ്? ആദ്യ സമ്മേളനത്തിൽ നടന്നൊരു മറ്റൊരു ആവശ്യമായിരുന്നു എന്ത്? ICS പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, എന്താണ്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഒരേ സമയം നടത്തുകയും വേണം, എഴുതാനുള്ള പ്രായപരിധി കൂട്ടുകയും വേണം. ഇതായിരുന്നു ആൻസർ ആയിട്ട് പറയേണ്ടത്. എ.ഒ. ഹ്യൂമുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നോക്കാം നമുക്ക്. പൂർണ്ണമായ നാമം അലൻ ഒക്ടേവിയൻ ഹ്യൂം. ശരിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഒന്നാം അധ്യക്ഷനായിരുന്നു. അദ്ദേഹമായിരുന്നു. നമുക്ക് എന്താണ് പഠിച്ചിരിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ അധ്യക്ഷന്റെ ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? അവിടെ നമുക്ക് തെറ്റല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ നമുക്ക് 1ഉം 3ഉം മാത്രമാണ് ശരി. ഒന്നാം അധ്യക്ഷൻ ആരായിരുന്നു? അത് WC ബാനർജി ആയിരുന്നു. WC ബാനർജി. അപ്പൊ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. എ.ഒ. ഹ്യൂമുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1ഉം 3ഉമാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായി പൊരുത്തപ്പെടുക. ഇന്ത്യൻ അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ലയൺ ഓഫ് ബോംബെ. ഏതാണ് നമുക്ക് ശരിയായിട്ട് വരേണ്ടത്? നമുക്ക് നോക്കാം. ഇന്ത്യൻ അസോസിയേഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സുരേന്ദ്രനാഥ ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. പൂനെ സാർവജനിക് സഭ, ഓക്കെ, അത് പൂനെ സഭ എന്നറിയപ്പെടുന്നതും അത് തന്നെയാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? ദാദാഭായ് നവറോജി. ലയൺ ഓഫ് ബോംബെ, ബോംബെയുടെ സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 1883 കൊൽക്കത്തയിൽ ആദ്യ നാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാരാണ്? ഓക്കെ, അതായത് നമുക്കറിയാം ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു എന്ത്? കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. 1886 രണ്ടാമത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദിയും അധ്യക്ഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിക്കേണ്ടതാണ്. വേദി എവിടെയായിരുന്നു? രണ്ടാമത് കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1886 ആണെന്നറിയാം. അതിന്റെ സ്ഥലം എവിടെയായിരുന്നു? കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സമ്മേളനമാണ്. ആരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജി. അപ്പൊ ഏതാണ് 1886 നടന്ന രണ്ടാമത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദിയും അധ്യക്ഷനും ആരൊക്കെയാണ്? കൊൽക്കത്തയാണ്. ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്.
അതേപോലെ ദാദാഭായ് നവറോജി അധ്യക്ഷനായിട്ടുള്ള സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? 1886 കൽക്കട്ട സമ്മേളനമുണ്ട്, 1893 ലാഹോർ സെഷൻ ഉണ്ട്, ലാഹോർ സെഷൻ. അതേപോലെ തന്നെ 1906 ഏതാണ്? കൽക്കട്ട സെഷൻ വരുന്നുണ്ട്, കൽക്കട്ട. ഓക്കെ, ഇവിടെയും എന്താണ്? കൽക്കട്ട സെഷൻ ആണ്. അപ്പൊ 1886 വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ എന്താണ് ഒരു 3 തവണ അധ്യക്ഷനായ പ്രമുഖ നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലെ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തിയറിയാണ് എന്ത്? ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഡ്രെയിൻ തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയുണ്ട് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകം ആരുടേതെന്ന് ചോദിക്കാറുണ്ട്. ആരുടേതാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടു. ഡ്രെയിൻ തിയറി അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അദ്ദേഹം അല്ലെ 3 തവണയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 3 തവണ അടുപ്പിച്ച് അദ്ദേഹം അധ്യക്ഷനാവുന്നുണ്ട്. 86, 93, 1906. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആദ്യ 20 വർഷത്തിനുള്ളിൽ ദാദാഭായ് നവറോജി അധ്യക്ഷനായ 3 കോൺഗ്രസ് സമ്മേളനങ്ങളേവ ഏതൊക്കെയാണ്? 1886 കൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 3 സമ്മേളനങ്ങൾ, വർഷം 1 പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക ചൂഷണം വിശദീകരിക്കുന്ന ഡ്രെയിൻ തിയറി അവതരിപ്പിച്ച പ്രമുഖ നേതാവ് ആരാണ്? ഡ്രെയിൻ തിയറി അത് ദാദാഭായ് നവറോജിയുടേതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? മുസ്ലിം അധ്യക്ഷനായിരുന്നത് അത് നമ്മുടെ നോക്കിക്കേ, റഹ്മത്തുള്ള സയാനി, മൗലാന അബ്ദുൽ കലാം ആസാദ്, MA അൻസാരി, ബദറുദ്ദീൻ തിയാബ്ജി. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ചോദിച്ചാൽ അത് ബദറുദ്ദീൻ തിയാബ്ജി ആണ്. 1887 എന്ത് നടക്കുന്നത്? മദ്രാസ് സെഷൻ നടക്കുന്നത്. മദ്രാസ് സെഷൻ അവിടെയാണ് എന്താകുന്നത്? നമ്മുടെ ഈ പറയുന്ന ബദറുദ്ദീൻ തിയാബ്ജി ആദ്യമായിട്ട് അധ്യക്ഷനാകുന്നത്. അപ്പൊ 86 എന്ന് പറയുമ്പോൾ ഏതാണ്? 3ാം 85 വന്നു. പിന്നെ എന്താണ്? 85 എവിടെയായിരുന്നു? കൽക്കട്ട സമ്മേളനം വന്നു. 85 എവിടെയായിരുന്നു? തുടക്കമല്ലേ. 85 എവിടെയാണ്? ബോംബെ സമ്മേളനമാണ്. 86 എവിടെയാണ്? കൽക്കട്ട സമ്മേളനമാണ്. 87 നടന്നതാണ് എന്ത്? മദ്രാസ് സെഷൻ. അവിടെയാണ് ആര്? ആദ്യത്തെ മുസ്ലിം അധ്യക്ഷനായിട്ട് ബദറുദ്ദീൻ തിയാബ്ജി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരാണ്? ആദ്യ വിദേശി ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. എന്തായിരുന്നു അലൻ ഒക്ടേവിയൻ ഹ്യൂം? ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ജോർജ് ഊള്, വില്യം വെഡർബേൺ, ആൽഫ്രഡ് വെബ്. ആരായിരുന്നു? ജോർജ് യൂൾ ആണ് ആദ്യത്തെ വിദേശ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് വർഷമാണ്? 1888 അലഹബാദ് സെഷൻ. അലഹബാദ് സെഷനിലാണ് ആര് വരുന്നത്? ജോർജ് യൂൾ അധ്യക്ഷനായിട്ട് ജോർജ് യൂൾ വരുന്നത്. അപ്പൊ ചോദിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ വിദേശിയായ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് യൂൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 തവണ 1989-ലും 1910-ലും കോൺഗ്രസിന്റെ അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശി ആരാണ്? രണ്ടാമത്തെ വിദേശി എന്ന് ചോദിച്ചാൽ ആദ്യ വിദേശി നമ്മൾ പറഞ്ഞു, ഇദ്ദേഹമാണ്. ജോർജ് യൂൾ ആണ് ഫസ്റ്റ് വിദേശി എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് രണ്ടാമത്തെ വിദേശി എന്ന് പറയുന്നത്? അത് വില്യം വെഡർബേൺ ആണ്. വില്യം വെഡർബേൺ ആണ് 2 വട്ടമായി. ഏതൊക്കെ വർഷമാണ്? 1889 ബോംബെ സെഷൻ. ബോംബെ സെഷനുമുണ്ട്. 1910 അലഹബാദ് സെഷനിലും ആരായിരുന്നു? വില്യം വെഡർബേൺ ആണ്. അപ്പൊ ചോദിക്കാം, 2 തവണ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം വെഡർബേൺ ആണ്. 89-ലും 1910-ലുമാണ്. ഓക്കെ,
അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന A.O. ഹ്യൂം ഉണ്ടല്ലോ, A.O. ഹ്യൂം, അദ്ദേഹത്തിന്റെ ജീവചരിത്ര കഥയെ പറ്റി ഒരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആര്? ഈ പറയുന്ന വില്യം വെഡർബേൺ എഴുതിയിട്ടുണ്ട്. അലൻ ഒക്ടേവിയൻ ഹ്യൂം ഫാദർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ആരാണ് എഴുതിയത്? വില്യം വെഡർബേൺ ആണ്. പഠിച്ചു വെച്ചോ, എന്താണ് A.O. ഹ്യൂം ഫാദർ ഓഫ് ഐ എൻ സി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് എന്ന് പറയുന്ന കൃതി, അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൃതി എഴുതിയത് ആരാണ്? അത് വില്യം വെഡർബേൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അലൻ ഒക്ടേവിയൻ ഹ്യൂം CB ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞല്ലോ, സർ വില്യം വെഡർബേൺ ആണ്. 1889 ലണ്ടനിൽ രൂപീകരിച്ച ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കാം നമുക്ക്. എന്നാണ് അത് രൂപീകരിക്കുന്നത്? 1889. എവിടെയാണ്? ലണ്ടൻ ആണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു എന്തിനാണ് ഈ സാധനം രൂപീകരിക്കുന്നത്? അതായത് നമ്മുടെ ബ്രിട്ടനിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കൊക്കെ ഒരു പിന്തുണ വേണം അല്ലെ. ബ്രിട്ടീഷുകാരാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ബ്രിട്ടനിൽ എന്ത് ചെയ്യണം? അങ്ങ് പിടിപാട് നമുക്ക് വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ രൂപീകരിക്കുന്നത്. അത് ഏത് വർഷമാണ്? 1889 ആണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ ആദ്യ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആദ്യ ചെയർമാൻ വില്യം വെഡർബേൺ ആണ്. ആദ്യ സെക്രട്ടറി ആണ് ആര്? വില്യം ഡിഗ്ബി. ആദ്യ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം ഡിഗ്ബി ആണ്. ഓക്കെ, ബ്രിട്ടീഷ് പൊതുജനങ്ങളിലേക്ക് ഇന്ത്യൻ ആവശ്യങ്ങൾ എത്തിക്കാൻ 1890 ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് എന്ത്? ഇന്ത്യ. പഠിച്ചു വെക്കണം. വോയിസ് ഓഫ് ഇന്ത്യയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, യങ് ഇന്ത്യ പഠിക്കുന്നുണ്ട്, ബംഗാളി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പല പല പത്രങ്ങളാണ്. ഇവിടെ നമുക്ക് ഏതാണ്? ഇന്ത്യ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് ബ്രിട്ടീഷിലെ പൊതുജനങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് 1890 ആരംഭിച്ച പത്രമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലയൺ ഓഫ് ബോംബെ എന്നറിയപ്പെടുന്ന 1890 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ആരായിരുന്നു ലയൺ ഓഫ് ബോംബെ എന്നറിയപ്പെടുന്നത്? അത് ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്ത ഇദ്ദേഹമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ സ്ഥാപകനൊക്കെ ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതി സെഷനിൽ ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ, C. ശങ്കരനാണ്. 1897 അമരാവതി സെഷനാണ്. നെക്സ്റ്റ് നോക്കാം. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ് വന്ദേ മാതരം ആലപിക്കുന്നത്? 1896 കോൺഗ്രസ് സമ്മേളനമാണ് പറയുന്നത്. ആരാണത്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് എന്ത് ആലപിക്കുന്നത്? വന്ദേ മാതരം ആലപിക്കുന്നത്. പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. വന്ദേ മാതരത്തിന് ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭകാലത്ത് 1905 നടന്ന ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ബനാറസ് സമ്മേളനം അപ്പൊ ഏത് വർഷമാണ്? ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കില്ല. 1900 ബംഗാൾ വിഭജന സമയത്തൊന്ന് മാത്രമേ ചോദിക്കാം. അപ്പൊ അറിഞ്ഞിരിക്കുക, ബംഗാൾ വിഭജനം വരുമ്പോൾ അത് 1905 ആണെന്നും ആ സമയത്ത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. ആ സമയത്താണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളെയൊക്കെ എന്താണ് ഭയങ്കര ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതൊക്കെ ആ സമയത്താണ്. അപ്പൊ 1905 എന്ത് നടക്കുന്നത്? ബനാറസ് സമ്മേളനം. അവിടെ ആ സമയത്താണ് എന്ത് നടക്കുന്നത്? ബംഗാൾ വിഭജനം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പാസാക്കിയ 4 പ്രധാന പ്രമേയങ്ങൾ എന്തെല്ലാം? 1906 കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പൊ അധ്യക്ഷൻ പഠിച്ചു വെച്ചു. ദാദാഭായ് നവറോജി, നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ദാദാഭായ് നവറോജി അധ്യക്ഷനായ സമ്മേളനങ്ങൾ. അതിൽ വന്നതായിരുന്നു എന്താ? ഈ പറയുന്ന ഏതാണ്? ദാദാഭായ് നവറോജിയുടെ ഈ 1906 കൊൽക്കത്ത സമ്മേളനം അപ്പൊ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്വരാജ്, സ്വദേശി, ബോയ്ക്കോട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ. ഇതായിരുന്നു കേട്ടോ, പഠിച്ചു വെക്കണം. സ്വരാജ്, സ്വദേശി, ബോയ്ക്കോട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ. ഇത്രയും ആയിരുന്നു അവിടെ പ്രധാനമായിട്ട് അവതരിപ്പിച്ച പ്രമേയങ്ങൾ എന്ന് പറയുന്നത്. 4 പ്രമേയങ്ങൾ, നല്ല പ്രധാന പ്രമേയങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. 1907 സൂറത്ത് സമ്മേളനത്തിൽ പിളർപ്പുണ്ടായപ്പോൾ തീവ്രവാദി വിഭാഗത്തിൽ പെടുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ്? മോഡറേറ്റ്സും ഉണ്ട്, എക്സ്ട്രീമിസ്റ്റും ഉണ്ട് അല്ലെ. അതായത് തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്, മിതവാദിയും ഉണ്ട്.
അതിൽ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ടവർ ആരൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ലാൽ പാൽ ബാൽ എന്നാണ്. ലാൽ പാൽ ബാൽ ആരൊക്കെയാണ് ലാൽ പാൽ ബാൽ എന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ. ആരാ? ലാലാ ലജ്പത് റായ്, ലാൽ പാൽ ബാൽ, ബിപിൻ ചന്ദ്രപാൽ ബാൽ എന്ന് പറയുന്ന ആരാണ്? ബാലഗംഗാധര തിലകൻ. ഇവര് 3 പേരുമായിരുന്നു മെയിൻ ആയിട്ടുള്ള ആരാ എക്സ്ട്രീമിസ്റ്റിന്റെ കൂട്ടത്തിൽ വരുന്ന തീവ്രവാദികള്. മിതവാദികളുടെ ഗണത്തിൽ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്തയൊക്കെ മിതവാദികളുടെ കൂട്ടത്തിലായിരുന്നു. അപ്പൊ 1907 സൂററ്റ് പിളർപ്പ്, അതും പഠിച്ചു വെച്ചോ. 1907 സൂററ്റ് പിളർപ്പ് ഏത് വർഷമാണ്? 1907. ഓക്കെ, അങ്ങനെയാണ് 2 വിഭാഗമായിട്ട് മാറുന്നത്, മോഡറേറ്റ്സും അതേപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റുമായിട്ട് മാറുന്നത്. ജനഗണമന ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ച തീയതി ആരാണ്? ഏത് സമയത്താണ്? 1911. ഓക്കെ, ബി എൻ ധർ നമ്മൾ പഠിക്കുന്നുണ്ട്. ബി എൻ ധർ അധ്യക്ഷനായ സമ്മേളനം. ബിഷൻ നാരായൺ ധർ പഠിച്ചു വെച്ചോ പേര്. ബിഷൻ നാരായൺ ധർ എന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്, നമ്മൾ പഠിക്കുന്ന ബി എൻ ധർ തന്നെയാണത്. 1911 കൽക്കത്ത സമ്മേളനമാണ്. 1911 ഡിസംബർ 27 എന്താദ്യമായിട്ട് ആലപിക്കുന്നത്? കോൺഗ്രസ് സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1916 ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? എ സി മജുംദാർ. നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. എ സി മജുംദാർ, അംബിക ചരൺ മജുംദാർ. പ്രധാന പ്രാധാന്യം എന്തായിരുന്നു? 1916 എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം 1907 സൂററ്റ് പിളർപ്പുണ്ട്. 1907 ഇവര് പിളർന്ന് എന്തായിട്ട് മാറുന്നുണ്ട്? ഈ പറയുന്ന മിതവാദികളും തീവ്രവാദികളുമായിട്ട് മാറുന്നുണ്ട്. ഇവർ തമ്മിൽ യോജിച്ച സമ്മേളനമാണ് 1916 എന്ന് പറയുന്നത്. 16 ലക്നൗ സമ്മേളനം, അല്ലെങ്കിൽ ലക്നൗ സമ്മേളനം വരുന്നത്. അതിലാണ് എ സി മജുംദാർ അഥവാ അംബിക ചരൺ മജുംദാർ ആണ് 1916 ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, അതായത് അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ധാരണ വരുന്നുണ്ട്. അതിനെയാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ലക്നൗ പാക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക. 1916 ലക്നൗ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യ വനിതാ പ്രസിഡന്റ് ആണ്. ആരാണ്? ആദ്യ വനിതയാണ്. ആദ്യ വിദേശി എന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ ആനി ബസന്റ് ആണ്. ഓക്കെ, 1917 ആനി ബസന്റ് അധ്യക്ഷയാകുന്നത്. ഏത് സമ്മേളനം? കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് എന്താകുന്നത്? അധ്യക്ഷയായിട്ട് വരുന്നത്. കൽക്കട്ട സമ്മേളനത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ചോദിക്കാറുണ്ട് കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നും കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വനിത എന്ന് ചോദിച്ചാലും ആരാണ്? ആനി ബസന്റ് ആണ്. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് കോൺഗ്രസ് അംഗീകാരം നൽകിയ 1920 സെപ്റ്റംബറിലെ പ്രത്യേക കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ്. അതായത് 1920 എന്ന് പറയുന്ന വർഷത്തില് INCക്ക് 2 സമ്മേളനങ്ങളാണ് ഉണ്ടായത്. അതിൽ ആദ്യത്തേതാണ് പ്രത്യേക സമ്മേളനം. അതെവിടെയായിരുന്നു? കൽക്കത്ത സമ്മേളനമാണ്. ആരായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്? ലാലാ ലജ്പത് റായി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായി ആണ്. അവിടെയാണ് ഈ പറയുന്ന ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിനൊക്കെ എന്ത് ചെയ്യുന്നത്? അതിന് അംഗീകാരം കൊടുക്കുന്നത്. ഇനി അതിനുശേഷം 1920 തന്നെ ഗാന്ധിജി ഒന്നുകൂടെ നടത്തുന്നുണ്ട്. ഗാന്ധിജി എന്നല്ല, 1920 തന്നെ എന്താണ്? INC ഒന്നുകൂടെ സമ്മേളനം നടത്തുന്നുണ്ട്. അതെവിടെയാണ്? അത് നമ്മുടെ നാഗ്പൂർ സെഷനാണ്. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സി വിജയരാഘവാചാര്യ ആയിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് 1920 2 INC സമ്മേളനങ്ങൾ നടന്നു. ഒന്നാമത്തത് പ്രത്യേക സമ്മേളനമാണ്. അതിലായിരുന്നു ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുക്കുന്നത്. രണ്ടാമത് നാഗ്പൂർ സമ്മേളനമാണ്. അവിടുത്തെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവാചാര്യ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1920 ഡിസംബറിലെ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി വിജയരാഘവാചാര്യ. പ്രധാന സംഘടനാ മാറ്റം എന്തായിരുന്നു? എന്താണ് അവരവിടെ കൊണ്ടുവന്ന തീരുമാനങ്ങൾ എന്നാണ്? എന്തൊക്കെയായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കുക. പിന്നെ എന്താണ് പറയുന്നത്? അംഗത്വ ഫീസ് കുറയ്ക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അവിടെ എന്തൊക്കെയായിരുന്നു? അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന നാഗ്പൂർ സെഷനില് നമ്മൾ പറഞ്ഞു കൽക്കത്ത സമ്മേളനത്തിന് അതിന് അത് ആ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും നാഗ്പൂർ സെഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതങ്ങ് ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അംഗത്വ ഫീസ് കുറയ്ക്കുന്ന എന്തിനായിരുന്നു? കൂടുതൽ ജനങ്ങൾ ഇതിലേക്ക് വരാനായിട്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ്?
ഒരു വലിയൊരു ഒരു തീരുമാനമായിരുന്നു, വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് INC അങ്ങ് മാറാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് അംഗത്വ ഫീസ് കുറവാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായിരിക്കും വിചാരിക്കാം, നമുക്ക് ഒരു കൈ നോക്കാം, നമുക്ക് പോയി മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷെ മെമ്പർഷിപ്പ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്മാറും. ഓക്കെ, മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചതാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനാകുന്നത്. ഓക്കെ, പലതവണയാണ്, ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1924 ബെൽഗാം സമ്മേളനമാണ്, അധ്യക്ഷനാരായിരുന്നു മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ആദ്യ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ് അല്ലെ. ഫസ്റ്റ് വനിത ആനി ബസന്റ് ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് വിദേശ വനിത ചോദിച്ചാലും ആനി ബസന്റ് ആണ്. ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാലാണ് ആര് വരുന്നത്? ഈ പറയുന്ന സരോജിനി നായിഡു വരുന്നത്. ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആണ് ആര്? സരോജിനി നായിഡു. 1925 കാൺപൂർ സെഷനിലാണ് ആര് അധ്യക്ഷനാകുന്നത്? കാൺപൂർ, നമ്മുടെ സരോജിനി നായിഡു അധ്യക്ഷയായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് പഠിക്കേണ്ട പോയിന്റ് ആണ്. ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു, ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്, ആദ്യ വിദേശ വനിത ചോദിച്ചാലും ആരാണ്? ആനി ബസന്റ് ആണ്. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? അപ്പൊ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്താണ്? 1927 മദ്രാസ് സമ്മേളനം എന്താണ്? സൈമൺ ഗോ ബാക്ക് അല്ലെ, സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ആരായിരുന്നു അവിടെ? ഡോക്ടർ MA അൻസാരി. അപ്പൊ 1927 സൈമൺ കമ്മീഷന്റെ സമയത്ത് ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് ചോദിക്കാം. ആരാണ്? ഡോക്ടർ MA അൻസാരിയാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. 1929 ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ടു. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് പഠിച്ചാലോ. 1929 എന്ത് നടക്കുന്നത്? ഈ പറയുന്ന പൂർണ്ണ സ്വരാജ് സമ്മേളനം അല്ലെ, നമുക്ക് ലാഹോർ സെഷൻ വരുന്നത്. അതിൽ ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലാണ് 1929 നമ്മുടെ രവി നദീ തീരത്ത് എന്ത് ചെയ്യുന്നത്? ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? 1930 ജനുവരി 26 എന്നുള്ളത് എന്തായിട്ട് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നതും ഏതാണ്? ഈ പറയുന്ന ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ്. 1929 ഡിസംബർ 31 രവി തീരത്ത് ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം ഏത് ദിവസമാണ് ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്? ഏത് ദിവസമാണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനം ആചരിക്കാനായിട്ട് ആ സമയത്ത് അങ്ങ് തീരുമാനിക്കുകയാണ്. മൗലികാവകാശങ്ങളും ദേശീയ സാമ്പത്തിക പരിപാടിയും സംബന്ധിച്ച് പ്രമേയം പാസാക്കിയ 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? എന്താണ്? മൗലികാവകാശങ്ങളും ദേശീയ സാമ്പത്തിക പരിപാടിയും സംബന്ധിച്ച് പ്രമേയം 1931 കറാച്ചി സമ്മേളനം പഠിക്കേണ്ടതാണ്. അപ്പൊ എന്താണ് മൗലികാവകാശങ്ങൾ? ഇതാണ് ആദ്യമേ പഠിക്കേണ്ടത്. അപ്പൊ 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, 1931 കറാച്ചി സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേൽ അവിടെയാണ് മൗലികാവകാശങ്ങളും ദേശീയ സാമ്പത്തിക പരിപാടിയും സംബന്ധിക്കുന്ന ഒരു എന്താണ് പ്രമേയം പാസ്സാക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ആദ്യ ഗ്രാമം ഏതാണ്? ഏതാണ് ആദ്യ ഗ്രാമം എന്ന് പറയുന്നത്? ഹരിപുര, ത്രിപുരി, ഫൈസാപൂർ, അടുത്ത ഏതാണ് പറയുന്നത്? ബർദോളി. ഏതാണ് ആദ്യത്തെ ഗ്രാമം എന്ന് പറയുന്നത്? അത് ഫൈസാപൂർ ആണ്. 1937 ഫൈസാപൂർ സമ്മേളനം നടക്കുന്നത്. ഫൈസാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അങ്ങനെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിന് വേദിയായ ആദ്യ ഗ്രാമമായിട്ട് എന്ത് മാറുന്നുണ്ട്? ഫൈസാപൂർ മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് 1938 ഹരിപുര സമ്മേളനത്തിൽ രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആരാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി? അപ്പൊ പഠിക്കേണ്ട എന്താണ്? 1938 ഹരിപുര സമ്മേളനം. അധ്യക്ഷനാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആ സമയത്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട് ആസൂത്രണ അല്ലെ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്, ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിന്റെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ,
1939 ത്രിപുരി സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ പിന്തുണയുള്ള ഏത് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും പ്രസിഡന്റ് ആയത്? ആരെയാണ്? അതായത് നമ്മുടെ ഗാന്ധിജി പിന്തുണ കൊടുത്തിരുന്ന പട്ടാഭി സീതാരാമയ്യ. അതാണ് 1939 എവിടെയാണ്? ത്രിപുരി സമ്മേളനം. ത്രിപുരി എവിടെയാണ്? ഈ പറയുന്ന മധ്യപ്രദേശിലാണ് ത്രിപുരി വരുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അതായത് 1938 നമ്മൾ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയെ പിന്തുണച്ച ആരെയായിരുന്നു? പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ ആൻസർ ഇതാണ്, പട്ടാഭി സീതാരാമയ്യല്ലോ. ആരെ പരാജയപ്പെടുത്തിയെന്നല്ലേ? അപ്പൊ പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഗാന്ധിജി പിന്തുണച്ച പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി 39 ആയപ്പോ വീണ്ടും ആര് തന്നെ വന്നു? ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസ് വന്നു. അങ്ങനെ എന്താണ് അടുപ്പിച്ചടുപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ത് രൂപീകരിക്കുന്നത്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അദ്ദേഹം രൂപീകരിക്കുന്നത്. ഇനി എന്താണ് പട്ടാഭി സീതാരാമയ്യയുടെ പ്രത്യേകത? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നു. ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന പട്ടാഭി സീതാരാമയ്യാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് INC, ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യയുടെ പുസ്തകമാണ്. 1939 കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് 38-ലും 39-ലും എന്താകുന്നുണ്ട്? കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുമായിട്ട് ഉണ്ടാകുന്ന കുറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുണ്ട്. അങ്ങനെ 39-ൽ തന്നെ ആരും കൂടി അധ്യക്ഷനാകുന്നുണ്ട്? രാജേന്ദ്ര പ്രസാദും കൂടി എന്താകുന്നുണ്ട്? അധ്യക്ഷനാകുന്നുണ്ട്. ഓക്കെ, ഒരാൾ രാജിവെച്ചാൽ പകരം പുതിയ ആൾ വരണമല്ലോ. അവിടെ ആരാണ് വന്നത്? രാജേന്ദ്ര പ്രസാദ്. അതിനുശേഷം അദ്ദേഹം രൂപീകരിക്കുന്നതാണ് ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ ഏത് വർഷമാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത്? 1939-ലാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആരാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രത്യേകതകളുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾ ഒരാളാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1923 ഡൽഹിയിലെ സ്പെഷ്യൽ സെഷനിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അധ്യക്ഷനാകുന്നത്. അങ്ങനെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 1940 മുതൽ 1946 വരെ ആരായിരുന്നു? ഈ പറയുന്ന നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1942 ഓഗസ്റ്റ് 8 ഡു ഓർ ഡൈ അല്ലെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടുകൂടി AICC ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച സ്ഥലം. ഓക്കെ, അംഗീകരിക്കുന്നതാണ് ചോദിക്കുന്നത്. അതെവിടെയാണ്? ബോംബെ ആണ്. അപ്പൊ നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിന് ആരാണ് നേതൃത്വം നൽകിയത്? നമ്മുടെ മഹാത്മാഗാന്ധി ആയിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1947 ചോദിക്കുന്നത്. ആരാണത്? മൗലാന അബ്ദുൽ കലാം, JB കൃപലാനി, പട്ടാഭി സീതാരാമയ്യ, പിന്നെ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരായിരുന്നു? അത് JB കൃപലാനിയാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 1946 കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ്? JB കൃപലാനിയാണ്. അദ്ദേഹം തന്നെയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? JB കൃപലാനിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു? അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അതിനുശേഷം നടക്കുവാണ് ആദ്യത്തെ സമ്മേളനം. എവിടെയാണ്? അത് ജയ്പൂർ ആണ്. ജയ്പൂർ. അധ്യക്ഷൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. പഠിച്ചു വെക്കണം കേട്ടോ. അധ്യക്ഷൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. 1948 ജയ്പൂർ ആണ്. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദിയായത് 50 റിപ്പബ്ലിക്കായി അല്ലെ. 50 റിപ്പബ്ലിക് ആയതിനു ശേഷം എവിടെയായിരുന്നു? അത് നാസിക്കാണ്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്ന് ചോദിച്ചാൽ അത് ജയ്പൂർ ആണ്. ഇന്ത്യക്ക് റിപ്പബ്ലിക് ആയതിനു ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് നമ്മുടെ നാസിക്കാണ്. നാസിക്ക്.
താഴെ പറയുന്ന വിശേഷണങ്ങളും നേതാക്കളും ശരിയായി പൊരുത്തപ്പെടുത്തുക. ഫാക്ടറി ഓഫ് സെഡിയേഷൻ, പിന്നെ എന്താണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യലൈസേഷൻ, 3 days ഓഫ് തമാശ, ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ്, ചരിത്രകാരൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഇനി പറയുന്നു, നമ്മൾ പറയുന്നുണ്ടല്ലേ 3 ദിവസത്തെ തമാശ എന്നൊക്കെ പറയുന്നു, 3 days ഓഫ്, അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അശ്വിനി കുമാർ ദത്താണ് 3 days ഓഫ് തമാശ അല്ലെങ്കിൽ 3 ദിവസത്തെ തമാശ എന്ന് കോൺഗ്രസ് സമ്മേളനത്തിലെ കളിയാക്കി വിളിച്ചത്. നെക്സ്റ്റ് പറയുന്നു, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ INC ആണ്. പിന്നെ ഏതാണ് പറഞ്ഞത്? ഫാക്ടറി ഓഫ് സെഡിയേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധികാരികളാണ് എന്ത് വിളിച്ചത് അല്ലെ, ഈ പറയുന്ന ഫാക്ടറി ഓഫ് സെഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോളിസിറ്റേഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ബിപിൻ ചന്ദ്രപാൽ ആയിരുന്നു. ബിപിൻ ചന്ദ്രപാൽ ഡയറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആനി ബസന്റിനും സരോജിനി നായിഡുവിനു ശേഷം 1933 കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന 3ാമത്തെ വനിത ആരാണ്? 3ാമത്തെ വനിത അല്ലെങ്കിൽ വിദേശ വനിത എന്നും ചോദിക്കാറുണ്ട്. ആരാണ് ഈ പറയുന്ന 3ാമത്തെ വനിത എന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ് പറയുന്നത്. ഏതാണ് അത്? നെല്ലിസൺ ഗുപ്തയാണ്. നെല്ലിസൺ ഗുപ്ത എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു ഇന്ത്യക്കാരിയാണെന്ന്. എന്താണ്? എഡിത്ത് എലൻ ഗ്രേ, ഇതാണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 50 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. കുറച്ച് ഫാക്ടും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചോടിച്ച് പറഞ്ഞു പോകാം നമുക്ക്. ആനി ബസന്റിന്റെ നമ്മൾ പറഞ്ഞു ഏത് വർഷമാണ്? 1917 ആനി ബസന്റ് കൽക്കത്ത സമ്മേളനമാണെന്ന് പറഞ്ഞു. സരോജിനി നായിഡു ഏത് വർഷമാണ്? 1925 കാൺപൂർ സെഷനാണ് സരോജിനി നായിഡു എന്ന് പറഞ്ഞു. 1933 ആരായിരുന്നു? 1933 നെല്ലിസൺ ഗുപ്തയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇത് നെല്ലിസൺ ഗുപ്ത, എഡിത്ത് എലൻ ഗ്രേ, ആ പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ അധികാരത്തിൽ വന്നത് ആരായിരുന്നു? അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. പിന്നെ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ജയ്പൂർ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? റിപ്പബ്ലിക്കിന് ശേഷം എവിടെയായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായിട്ട് സമ്മേളനം നടന്നത് നാസിക് ആണെന്ന് പറഞ്ഞു. നാസിക്. ഓക്കെ, അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ച വർഷം ഏതാണ്? 1896 അല്ലെ. റഹ്മത്തുള്ള സയാനി ആയിരുന്നു ആര്? ആ സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് പറയുന്നത്, ആലപിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോറും. വന്ദേമാതരം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. ജനഗണമന എവിടെയായിരുന്നു? ജനഗണമന 1911 ഡിസംബർ 27 ആലപിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? ആദ്യ പ്രസിഡന്റ് WC ബാനർജി, ആദ്യ ജനറൽ സെക്രട്ടറി AO ഹ്യൂമാണ്, ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജിയാണ്, ആദ്യ വിദേശ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് യൂളാണ്, ആദ്യ മലയാളി പ്രസിഡന്റ് ആരാണ്? C ശങ്കരൻ നായരാണ്, ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്, ആദ്യ വിദേശ വനിതാ പ്രസിഡന്റ് ആരാണ്? അതും ആനി ബസന്റ് ആണ്, ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു ആണ്. ഗാന്ധിജി അധ്യക്ഷനായത് ഏതിലാണ്? 1924 ബൽഗാം സമ്മേളനത്തിലാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഏതായിരുന്നു? ലാഹോർ സെഷനാണ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കേണ്ട പോയിന്റ്സ് ആണ് എല്ലാം. പിന്നെ ഏതായിരുന്നു? കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ആദ്യ ഗ്രാമം ഏതായിരുന്നു? അത് ഫൈസാപൂർ ആണ്. ഫൈസാപൂർ സമ്മേളനമാണ്. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്? പിന്നെ പോയിന്റ് പറയാനായിട്ട് കാൺപൂർ സെഷന്റെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നത്? നമ്മുടെ 1925 കാൺപൂർ സെഷനിൽ നമ്മുടെ സരോജിനി നായിഡു വരുന്നു. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മുടെ INC-യുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ 50 എത്ര മാർക്ക് കിട്ടിയെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്